ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഡ്രസ്സിംഗ് റൂമിൽ പുതിയൊരു പുരസ്കാരം ഏർപ്പെടുത്തി. കേവലം റൺസും വിക്കറ്റുകളുമല്ല അടിസ്ഥാനം, മറിച്ച് കളിക്കളത്തിലെ കഠിനാധ്വാനത്തെയും അർപ്പണ മനോഭാവത്തെയും ആദരിക്കുകയാണ് ലക്ഷ്യം. ഏർപ്പെടുത്തിയത് ഇന്ത്യയുടെ ഇടക്കാല പരിശീലകനായ VVS ലക്ഷ്മണാണ്. പരാജയങ്ങളുടെ പടുകുഴിയിൽപ്പെടുമ്പോൾ മുൻപ് ബാറ്റ് കൊണ്ടും പിന്നീട് കളിതന്ത്രങ്ങൾ കൊണ്ടും ഇന്ത്യയെ രക്ഷിച്ചിട്ടുള്ള ഇന്ത്യയുടെ എക്കാലത്തെയും വെരി സ്പെഷ്യൽ ലക്ഷ്മണന്റെ കീഴിൽ ഇന്ത്യ മറ്റൊരു പരമ്പര കൂടി ജയിച്ചിരിക്കുന്നു. ചോദ്യം ഇതാണ്: ഇടയ്ക്കിടയ്ക്ക് പരിശീലന ചുമതല നൽകുന്നതിന് പകരം ലക്ഷ്മണെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സ്ഥിരം പരിശീലകനാക്കാൻ സമയമായോ? നിങ്ങളിൽ എത്ര പേർ ഓർക്കുന്നുണ്ട് 2001 ആ ചരിത്ര വിജയം? കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ ഓസ്ട്രേലിയയുടെ അഹങ്കാരത്തിന് അറുതി വരുത്തിയ ഇന്ത്യയുടെ വിജയം. ആദ്യ ടെസ്റ്റിൽ തോറ്റ് രണ്ടാം ടെസ്റ്റിൽ ഫോളോ ഓൺ വഴങ്ങി ബാറ്റ് ചെയ്യുമ്പോൾ രാഹുൽ ദ്രാവിഡുമായി ചേർന്ന് 5ാം വിക്കറ്റിൽ ചേർത്ത 376 റൺസിന്റെ പടുകൂറ്റൻ കൂട്ടുകെട്ട്. ആ കളിയെക്കുറിച്ച് ചുരുക്കി പറയാം. തുടരെ 15 ടെസ്റ്റ് ജയങ്ങളുമായി ഇന്ത്യയിലെത്തിയ ഓസ്ട്രേലിയ ആദ്യ ടെസ്റ്റും ജയിച്ച് ഇന്ത്യയിൽ ടെസ്റ്റ് പരമ്പര നേട്ടമെന്ന സ്വപ്ന നേട്ടത്തിനരികിലായിരുന്നു. ഈഡൻ ഗാർഡൻസിൽ ആദ്യ ഇന്നിംഗ്സിൽ 445 റൺസ് എടുത്ത ഓസീസിന് മറുപടിയായി ഇന്ത്യ 171 റൺസിൽ പുറത്തായി. വഴങ്ങിയത് 274 റൺസിന്റെ കൂറ്റൻ ലീഡ്. ഫോളോ ഓൺ ചെയ്ത ഇന്ത്യ മൂന്നാം ദിനം കളി നിർത്തുമ്പോൾ 4 വിക്കറ്റിന് 254 എന്ന നിലയിലായിരുന്നു. ഇന്നിംഗ്സ് തോൽവി ഒഴിവാക്കാൻ അപ്പോഴും 20 റൺസ് കൂടി വേണ്ടിയിരുന്നു. 4ാം ദിനം ഇന്ത്യയുടെ ഉയർത്തെഴുന്നേൽപ്പ് കണ്ടു. ഒരു ദിവസം മുഴുവൻ പന്തറിഞ്ഞിട്ടും ഓസ്ട്രേലിയയ്ക്ക് ഇന്ത്യയുടെ ഒരു വിക്കറ്റ് പോലും വീഴ്ത്താനായില്ല. ഒരറ്റത്ത് ലക്ഷ്മണും മറുവശത്ത് ദ്രാവിഡും നങ്കൂരമിട്ടു. ഗ്ലെൻ മക്ഗ്രാത്ത്, ഗില്ലസ്പി, ഷെയ്ൻ ബോൺ എന്നിവരൊക്കെ ഒരു ദിവസം മുഴുവൻ പന്തറിഞ്ഞു തളർന്നു. ലക്ഷ്മൺ നേടിയത് 452 പന്തിൽ 44 ബൗണ്ടറികളോടെ 281 റൺസാണ്. സാക്ഷാൽ ഗവാസ്കറുടെ റെക്കോർഡ് തകർത്ത് ടെസ്റ്റിൽ ഇന്ത്യക്കാരന്റെ ഉയർന്ന സ്കോർ VVS ലക്ഷ്മണന്റെ പേരിലായി. ലക്ഷ്മണന്റെ മനോഹരമായ റിസ്റ്റ് വർക്ക് ആവോളം കണ്ട ഇന്നിംഗ്സ് ആയിരുന്നു അത്. ട്രിപ്പിൾ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന നേട്ടം കയ്യെത്തും അകലെയാണ് നഷ്ടമായത്. ദ വോൾ എന്ന പേരിനെ അനർത്ഥമാക്കുന്ന ഇന്നിംഗ്സോടെ ദ്രാവിഡ് നേടിയത് 353 പന്തിൽ 180 റൺസായിരുന്നു. രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ നേടിയത് 7 വിക്കറ്റിന് 657 റൺസ്. അവസാന ദിവസം ഹർഭജന്റെ ഹാട്രിക് മികവിൽ ഇന്ത്യ നേടിയത് 171 റൺസിന്റെ അവിശ്വസനീയ വിജയമാണ്. ഇന്ത്യയുടെ മഹത്തായ തിരിച്ചുവരവ്, ദ ഗ്രേറ്റസ്റ്റ് കംബാക്ക് എന്ന ആ മത്സരം അറിയപ്പെട്ടു. ആ ഇന്നിംഗ്സോടെ VVS ലക്ഷ്മൺ വെരി സ്പെഷ്യൽ ലക്ഷ്മൺ എന്നറിയപ്പെട്ടു. ഇന്ത്യയെ കീഴടക്കുന്നത് ഏറ്റവും വലിയ നേട്ടമായി മറ്റു ടീമുകൾ കരുതിയ കാലമാണത്. ഇന്ത്യയിൽ പരമ്പര തോൽക്കില്ലെന്ന വിശ്വാസം നിലനിന്ന കാലത്ത് ആ വിശ്വാസം തകരാതെ നോക്കുകയായിരുന്നു അന്ന് VVS ലക്ഷ്മൺ. ഓസ്ട്രേലിയക്കെതിരെ 2 വർഷത്തിന് ശേഷം അഡലെയ്ഡിലും ഈ സഖ്യം ഇതിന് സമാനമായൊരു കൂട്ടുകെട്ട് തീർത്ത് ഇന്ത്യയെ വിജയിപ്പിച്ചിട്ടുണ്ട്. 2000 സിഡ്നിയിൽ നേടിയ 167 റൺസ്, 2010 മൊഹാലിയിൽ കടുത്ത നടുവേദനയെ അവഗണിച്ച് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ച പുറത്താകാതെയുള്ള 73 റൺസ്, 2010 കൊളംബോയിൽ തകർന്ന ഇന്ത്യയെ പരുക്ക് അവഗണിച്ച് വിജയത്തിലേക്ക് നയിച്ച 103 റൺസ്. ഇതൊക്കെ ബാറ്റുകൊണ്ട് ലക്ഷ്മൺ കാണിച്ച മായാജാലങ്ങളാണ്. ഇപ്പോൾ ഗൗതം ഗംഭീറിന് കീഴിൽ തുടരെ 3 പരമ്പരകൾ നഷ്ടമായ ഘട്ടത്തിലെത്തിയ ലക്ഷ്മൺ പരിശീലകനായി ഇന്ത്യൻ ടീമിന് മറ്റൊരു വിജയം കൂടി നൽകിയിരിക്കുകയാണ്. ക്യാപ്റ്റനായുള്ള ആദ്യ 2 പരമ്പരകളിലും അടപടലം തോറ്റ ശ്രേയസ് അയ്യർക്ക് തന്റെ ആദ്യ ജയവും പരമ്പരയും സമ്മാനിക്കാനായതും ലക്ഷ്മണിന് തന്നെയാണ്. അയർലൻഡിനും ഇംഗ്ലണ്ടിനുമെതിരായ പരമ്പരകളിൽ സമ്പൂർണ്ണ തോൽവി നേരിട്ട ഇന്ത്യൻ ടീമും ക്യാപ്റ്റൻ ശ്രേയസും സിംബാബ്വെക്കെതിരായ 3 കളികളും ജയിച്ച് സമ്പൂർണ്ണ ജയം നേടിയതിന് പിന്നിൽ VVSന്റെ തലച്ചോറിനും പങ്കുണ്ട്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കഴിഞ്ഞ വർഷം നാട്ടിൽ ടെസ്റ്റ് പരമ്പരയിൽ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ട് നാണം കെട്ടതിന് പിന്നാലെ ഗംഭീറിനെ നീക്കാൻ BCCI നീക്കം നടത്തിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നതാണ്. പകരം VVS ലക്ഷ്മണോട് അന്ന് പരിശീലകനാകാൻ BCCI ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം അത് നിരസിക്കുകയായിരുന്നു അത്രേ. ചാമ്പ്യൻസ് ട്രോഫിയും ഏഷ്യ കപ്പും നേടിയത് ചൂണ്ടിക്കാട്ടിയാണ് ഗംഭീർ അന്ന് വിമർശകർക്ക് മറുപടി നൽകിയത്. പിന്നീട് ഇന്ത്യ 2020 ലോക കിരീടം നിലനിർത്തുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴത്തെ തുടർ പരാജയങ്ങളോടെ വീണ്ടും ഗംഭീറിന്റെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെടുകയാണ്. പകരം ആരെന്ന ചോദ്യത്തിന് ഉത്തരം VVS എന്ന് തന്നെയാണ്. ഇടക്കാല പരിശീലകനായി എത്തുന്ന VVS സമ്മാനിക്കുന്ന പരമ്പര ജയങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ മെറിറ്റ്. ലക്ഷ്മൺ എങ്ങനെയാണ് ഇന്ത്യൻ ടീമിനെ സജ്ജമാക്കുന്നത്? അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ആ പുരസ്കാരം. നോക്കൂ, ആ പുരസ്കാരം ആദ്യം നേടിയതാരെന്ന്. വിമർശനങ്ങളുടെ നടുക്കടലിൽപ്പെട്ട തിലക് വർമ്മയ്ക്കാണ് സിംബാബ്വെക്കെതിരായ ആദ്യ കളിയിലെ പ്രകടനത്തിന് പിന്നാലെ കോച്ച് ലക്ഷ്മൺ ബെസ്റ്റ് ആറ്റിറ്റ്യൂഡ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. കളിയിലെ പ്രകടനം മാത്രമല്ല, മറിച്ച് പരിശീലന സമയത്തും ഗ്രൗണ്ടിലും ഒരു താരം കാണിക്കുന്ന സമർപ്പണം, അച്ചടക്കം, പോസിറ്റീവ് നിലപാട് എന്നിവയെ ആദരിക്കുകയാണ് അതിലൂടെ കോച്ച് ചെയ്തത്. യുവതാരങ്ങൾ അടങ്ങുന്ന ടീമിൽ കൂടുതൽ ഒത്തൊരുമയും ആരോഗ്യകരമായ അന്തരീക്ഷവും വളർത്താനുള്ള ലളിതമായ ഉപാധി. ലക്ഷ്മൺ നേരിട്ടല്ല ജേതാവിനെ തിരഞ്ഞെടുത്തത്. ടീമിന്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫുകളായ സ്ട്രെങ്ത് കണ്ടീഷനിംഗ് കോച്ച് ഹർഷ, പെർഫോമൻസ് കോച്ച് ജോയ് എന്നിവർക്കായിരുന്നു അതിന്റെ ചുമതല. ആദ്യ കളിയിൽ തിലക് വർമ്മ നേടിയത് പുറത്താകാതെ 6 റൺസ് മാത്രമാണ്. പക്ഷേ ഗ്രൗണ്ടിലും നെറ്റ്സിലെ പരിശീലനത്തിലും അയാൾ കാണിച്ച കഠിനാധ്വാനത്തിനായിരുന്നു പുരസ്കാരം. ഇത് താരത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതായി.
രണ്ടാമത്തെ മത്സരത്തിൽ തിലക് വർമ്മ നേടിയ 60 റൺസ് അതിന് തെളിവാണ്. ആദ്യ കളിയിൽ 35 റൺസ് എടുത്ത ഇഷാൻ കിഷൻ ആയിരുന്നു രണ്ടാം കളിയിലെ ബെസ്റ്റ് ആറ്റിറ്റ്യൂഡ് പുരസ്കാരം. കളിയിൽ ഇഷാൻ നേടിയത് 81 റൺസാണ്. താരങ്ങളുടെ ആത്മവിശ്വാസം പരിശീലകൻ ഉയർത്തിയതിന്റെ ഫലമെന്ന് ലളിതമായി നമുക്കതിനെ നിരീക്ഷിക്കാം. സിംബാബ്വെക്കെതിരായ മൂന്നാം T20യിൽ 49 പന്തിൽ 81 റൺസ് അടിച്ചു കൂട്ടിയ കൗമാര താരം വൈഭവ് സൂര്യവംശിയാണ് കളിയിലെയും പരമ്പരയിലെയും താരമായത്. എങ്ങനെയാണ് വൈഭവ് ഇംഗ്ലണ്ട് പരമ്പരയിലേറ്റ കടുത്ത തിരിച്ചടിയിൽ നിന്ന് പറന്നുയർന്നത്? ലക്ഷ്മൺ നൽകിയ ഉറച്ച പിന്തുണയും ആത്മവിശ്വാസമുയർത്തുന്ന വാക്കുകളും അക്കാര്യത്തിൽ നിർണായകമായിട്ടുണ്ട്. അസാധാരണമായ പക്വത, എതിർതന്ത്രങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവ്, വേഗത്തിൽ കാര്യങ്ങൾ പഠിക്കാനുള്ള മിടുക്ക്, സമ്മർദ്ദം അതിജീവിക്കാനുള്ള മനസ്സ്, ടീമിനോടുള്ള സമർപ്പണം, ഇതാണ് വൈഭവിലുണ്ടെന്ന് ലക്ഷ്മൺ പറയുന്ന ക്വാളിറ്റികൾ. ദിവസവും മെച്ചപ്പെടാനുള്ള മനസ്സുണ്ടായാൽ ക്രിക്കറ്റിലെ എല്ലാ റെക്കോർഡുകളും വൈഭവ് തകർക്കുമെന്നാണ് ലക്ഷ്മൺ പരമ്പര നേട്ടത്തിന് പിന്നാലെ പ്രതികരിച്ചത്. ബാറ്റിംഗിൽ ചെറിയ മാറ്റങ്ങൾ മതിയെന്നും ഇനി പ്രധാന ശ്രദ്ധ ശാരീരികക്ഷമത വർദ്ധിപ്പിക്കുന്നതിലാണ് വേണ്ടതെന്നും ലക്ഷ്മൺ വൈഭവിനെ ഉപദേശിക്കുന്നു. ടീമിലെ ഓരോ താരത്തെയും ലക്ഷ്മൺ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണത്. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരെയും ലക്ഷ്മൺ പ്രശംസിക്കുന്നുണ്ട്. സിംബാബ്വെക്കെതിരായ ജയത്തിന്റെ ക്രെഡിറ്റ് കോച്ച് നൽകുന്നത് ക്യാപ്റ്റനാണ്. ക്യാപ്റ്റൻസി കരിയറിലെ കഠിനമായ തുടക്കത്തിൽ നിന്ന് ശ്രേയസ് പൊരുതി നേടിയ വിജയമാണിതെന്നാണ് പരമ്പര നേട്ടത്തെ ലക്ഷ്മൺ പ്രശംസിച്ചത്. അശോക് ശർമ്മ, യാഷ് താക്കൂർ എന്നീ പുതുമുഖങ്ങളെയും പേരെടുത്ത് പറയാൻ അദ്ദേഹം മറക്കുന്നില്ല. അവരെ പോലെയുള്ള യുവതാരങ്ങളെ ശരിയായ ദിശയിൽ നയിക്കാൻ ക്യാപ്റ്റന് കഴിയുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിലെ വഴിത്തിരിവാകും സിംബാബ്വെ പരമ്പര നേട്ടമെന്നും അത് ജയിക്കാനുള്ള മനസ്ഥിതി ടീമിൽ ഉണ്ടാക്കിയെന്നുമാണ് ലക്ഷ്മണന്റെ അഭിപ്രായം. നമ്മൾ ആ പ്രധാന ചോദ്യത്തിലേക്ക് തന്നെ തിരികെ വരികയാണ്. VVS ലക്ഷ്മണനെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സ്ഥിരം പരിശീലകനാക്കാൻ സമയമായോ? സിംബാബ്വെക്കെതിരായ ജയം വലിയ കാര്യമല്ലെന്ന് വാദിക്കുന്നവരുണ്ടാകാം. എന്നാൽ പരിശീലകനായി VVS ലക്ഷ്മണന്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുന്നവർ പിന്നെ സംശയം പ്രകടിപ്പിക്കില്ല. 2020യിൽ 13 വിജയങ്ങളുണ്ട്, 6 പരമ്പര നേട്ടങ്ങളുണ്ട്. തോൽവി നേരിട്ടത് 2 കളികളിൽ മാത്രം. ഏകദിനങ്ങളിൽ 3 ജയവും 1 തോൽവിയും, 1 പരമ്പര നേട്ടമുണ്ട്. ദ്വിരാഷ്ട്ര പരമ്പരകളിൽ മിക്കപ്പോഴും യുവതാരങ്ങളുമായി എത്തിയാണ് ഇടക്കാല കോച്ചായ ലക്ഷ്മൺ ഇന്ത്യയെ പരമ്പര നേട്ടങ്ങളിലേക്ക് നയിച്ചിട്ടുള്ളത്. ഗംഭീറിന് കീഴിൽ 2 T20 മത്സരങ്ങൾ തോറ്റ അയർലൻഡിനെ 2022 ഇന്ത്യ 2-0 തോൽപ്പിച്ചത് ലക്ഷ്മൺ കോച്ചായിരിക്കുമ്പോഴാണ്. അതേ വർഷം സിംബാബ്വെയെ ഏകദിന പരമ്പരയിൽ 3-0 ക്ലീൻ സ്വീപ്പ് ചെയ്തു. പിന്നാലെ ന്യൂസിലൻഡിനെതിരെ T20 പരമ്പര നേടി. 2021 യുവനിരയുമായി സിംബാബ്വെ 4-1 തോൽപ്പിച്ചു. അതേ വർഷം കരുത്തരായ ദക്ഷിണാഫ്രിക്കയെ അവരുടെ നാട്ടിൽ 3-1 തോൽപ്പിച്ചപ്പോഴും കോച്ച് VVS ലക്ഷ്മണായിരുന്നു. ഇതിനിടെ 2023 ചൈനയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ സ്വർണ്ണമണിഞ്ഞതും VVS ലക്ഷ്മണന്റെ പരിശീലന മികവിലായിരുന്നു. യുവതാരങ്ങളെ മികച്ച രീതിയിൽ ഏകോപിപ്പിക്കാനായി എന്നതാണ് ഈ പരമ്പര നേട്ടങ്ങളെല്ലാം ലക്ഷ്മണന്റെ വിജയ ഫോർമുല. ഡ്രസ്സിംഗ് റൂമിൽ ശാന്തനാണ് VVS ലക്ഷ്മൺ. ആ ശാന്തത കളി ജയിക്കാനുള്ള വലിയ ആത്മവിശ്വാസം യുവതാരങ്ങൾക്ക് നൽകുന്നുണ്ട്. നിലവിൽ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയുടെ തലവനായ ലക്ഷ്മണിന് Under-19 ഇന്ത്യ A ടീമുകളുടെയും ചുമതലയുണ്ട്. ഭാവിയിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരുപറ്റം യുവതാരങ്ങളെ വളർത്തിയെടുക്കുന്ന വലിയ ദൗത്യത്തിലാണ് അദ്ദേഹം. അതിനിടയിലാണ് ഇന്ത്യൻ ടീമിന്റെ വൻ തകർച്ചകൾക്കിടയിൽ അദ്ദേഹം രക്ഷകനായി വീണ്ടും അവതരിക്കുന്നത്. ഒരുപക്ഷെ സിംബാബ്വെയോട് തോറ്റിരുന്നെങ്കിൽ മാനസികമായി ആകെ തകരുമായിരുന്ന ഒരുപറ്റം കളിക്കാരെ വിജയ വഴിയിലേക്ക് നയിക്കാനായി എന്നതാണ് ലക്ഷ്മണന്റെ ഒടുവിലത്തെ നിയോഗം. ഗംഭീറിന്റെ കരാർ 2027 ലോകകപ്പ് വരെ ഉണ്ടെങ്കിലും ലക്ഷ്മണനെ ഒരു സ്പ്ലിറ്റ് കോച്ചിങ് ശൈലിയിലേക്ക് മാറ്റാനുള്ള സാധ്യത ഏറെയാണ്. ഗംഭീറിന് ശേഷം ആരെന്ന ചോദ്യമുയർന്നാൽ ലക്ഷ്മൺ സമ്മതം മൂളിയാൽ മറ്റൊരാളും ഇന്ത്യൻ ടീമിന്റെ മുഖ്യ പരിശീലക സ്ഥാനത്തേക്ക് എത്തില്ലെന്ന കാര്യം 100% ഉറപ്പാണ്. വേണ്ടത് ലക്ഷ്മണന്റെ ഒരു യെസ് മാത്രമാണ്. നിങ്ങളൊരു നോ പറഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. മറിച്ചാണെങ്കിൽ ചിലപ്പോൾ ചരിത്രം വീണ്ടും തിരുത്തപ്പെട്ടേക്കാം.